ഷിരൂരിൽ ഇപ്പോൾ ട്രക്ക് പൂർണ്ണമായും കരക്കെത്തിച്ചിരിക്കുന്നു. ദേശീയപാതയുടെ ഒരു വശത്തേക്ക് കൂടുതൽ സൗകര്യപ്രദമായ പരിശോധനകൾക്കായി മാറ്റിയിട്ടിരിക്കുകയാണ്. അവിടെയാണ് ഇപ്പോൾ വിശദമായ പരിശോധനകൾ ഇനി നടക്കാൻ പോകുന്നത്. പൂർണ്ണമായും തകർന്ന ട്രക്കിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ഇപ്പോൾ ബാക്കിയായിരിക്കുന്നത്? ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടക്കാഴ്ചയായി ഈ ട്രക്ക് മാറുകയാണ്. എങ്ങനെയാണ് ഈ ദുരന്തം അർജുൻ നേരിട്ടത് എന്നതിനുള്ള ഒരു വിശദീകരണം കൂടിയായി ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ കൂടുതൽ ശരീരഭാഗങ്ങൾ ക്യാബിനുള്ളിൽ ഉണ്ട് എന്ന നിഗമനത്തിലാണ് ഇനി പരിശോധനകൾ നടക്കാൻ പോകുന്നത്. അതിനായി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. ഈ ട്രക്ക് ഉയർത്താൻ സഹായിച്ച ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ പേരും ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ കൂടുതലായി ആളുകൾ എത്താതിരിക്കാൻ അവരെ സൗകര്യപ്രദമായ രീതിയിൽ മാറ്റിക്കൊണ്ട് ഇപ്പോൾ പോലീസും അവിടെ ഒരു വലയം തീർത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി വിശദമായ പരിശോധനകളുടെ സമയമാണ്. അർജുൻ്റെ ശരീര അവശിഷ്ടങ്ങളുടെ കുടുങ്ങിപ്പോയിട്ടുള്ള ഭാഗങ്ങൾ ക്യാബിനിലുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അതിനുവേണ്ടി ട്രക്ക് വെട്ടിപ്പൊളിക്കണം. അങ്ങനെയാണ് ഇനി ഈ ദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടം ഏറെക്കുറെ പൂർത്തിയാകുകയാണ്. ഷിരൂർ ദൗത്യം എന്ന് പറയേണ്ടി വരും. അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം എന്ന് പറയേണ്ടി വരും. ഷിരൂർ ദൗത്യം പൂർണ്ണമാകത്തില്ല. ഇനിയും 2 പേർ എവിടെയെന്ന ചോദ്യവുമായി ഇപ്പോൾ തെരച്ചിൽ അവിടെ മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം അർജുൻ്റെ മൃതദേഹം DNA ടെസ്റ്റിൻ്റെ തുടർ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം നാളെ ആയിരിക്കാം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുൻ അവസാനമായി എത്തുക. സിജു കണ്ണൻ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്ന ഘട്ടം എന്താണ്? ട്രക്ക് വെട്ടിപ്പൊളിക്കാനുള്ള നീക്കങ്ങളാണോ? ട്രക്കിന്റെ മുൻഭാഗം മാറ്റി പരിശോധിക്കുന്നതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് ശരീരഭാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും ഈ തകർന്ന ക്യാബിൻ ഭാഗം പൊളിച്ച് പരിശോധിച്ചാൽ മാത്രമേ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയൂ. അതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെയുണ്ട്. ക്യാബിൻ്റെ പരിശോധന കൂടുതൽ ആവശ്യമാണ്. അതിൻ്റെ ലോഹഭാഗം ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് ജിതിൻ ഇപ്പോൾ കൂടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്യാബിൻ ഇപ്പോൾ പൊളിച്ച് പരിശോധിക്കണമെന്നൊരു ആവശ്യമുണ്ട്. ഉണ്ട്, അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ക്യാബിൻ്റെ ഉൾഭാഗത്ത് ഇനിയും മറ്റെന്തെങ്കിലും അർജുൻ അവസാനമായി ഉപയോഗിച്ച വസ്തു സാമഗ്രികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാനുണ്ട്. ഇനി ആ ഒരു ഓർമ്മകൾ നമുക്ക് കൂടെ നിർത്താൻ്റെ ഒരു ആവശ്യമുണ്ട്. അർജുൻ്റെ വൈഫ് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ എന്തെല്ലാം സാധനങ്ങൾ അതെല്ലാം നമുക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം ഞാനിത് മഞ്ചേശ്വരം MLA എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് ക്യാബിൻ പൊളിച്ച് മാറ്റിയുള്ള തെരച്ചിൽ തന്നെയാണ് തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ശരീരഭാഗങ്ങളിനെ പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല? ഇല്ല, കുറച്ച് ഭാഗങ്ങളൂടെ ഉണ്ടാവും. നമ്മളും അതിന് മാനസികമായിട്ട് തയ്യാറായിരുന്നല്ലോ. ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ? പരിശോധന നടത്തുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. ഈ DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ട്. അപ്പോൾ ഹൂബ്ലിയിലാണത് നടക്കുന്നത്. അത് എപ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്ന് അങ്ങനെ അധികൃതരാരെങ്കിലും വിവരം തന്നിട്ടുണ്ടോ? ഇപ്പോൾ ജിതിന് ഇപ്പോൾ SP നാരായണ സാർ അല്പം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം സ്പീഡിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങളോട് ഇവിടുത്തെ ഈ നടപടികൾ കഴിഞ്ഞ കഴിഞ്ഞ് കാർവാറിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങോട്ട് വരാൻ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ജിതിനാണ് സംസാരിച്ചത്. അപ്പോൾ ഈ ക്യാബിൻ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്ന ഒരു ആവശ്യമാണ് ഇവർക്ക് കുടുംബത്തിനുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ അധികൃതർ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായും അതിനകത്ത് ശരീരഭാഗങ്ങളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജിതിൻ പറഞ്ഞത് അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതിനകത്തുണ്ടാകും. അർജുൻ ഉപയോഗിച്ചിരുന്ന എന്ത് സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് കൊണ്ടുവരണം, വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് രാവിലെ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാബിൻ ഭാഗം പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തെ ലോഹഭാഗങ്ങളെല്ലാം മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിനാവശ്യമായ സഹായം നൽകാമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം DNA പരിശോധന പൂർത്തിയാക്കുന്നതാണ് ഇനിയുള്ള
ഘട്ടം. ഹൂബ്ലിയിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നത്. അതിനായി സാമ്പിൾ അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മൃതദേഹം നിലവിൽ കാർവാർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് പരിശോധനകൾ പൂർത്തിയായാലുടൻ വളരെ പെട്ടെന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും എല്ലാം തന്നെ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. DNA പരിശോധന നടത്തണമെന്നൊരാവശ്യം കുടുംബം തന്നെ മുന്നോട്ട് വെച്ചതാണ്. കാരണം കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവരെ കൂടി അപകടത്തിൽ കാണാതായിട്ടുണ്ട്. അർജുനൊപ്പം കാണാതായവർ. അതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ണെങ്കിൽ അത് വരാതിരിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ DNA പരിശോധന പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിട്ടു നൽകിയാൽ മതി, നാട്ടിലേക്ക് എത്തിച്ചാൽ മതി എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് കുടുംബമാണ്. അത്തരം നിയമപ്രശ്നങ്ങൾ ഭാവിയിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് പരിശോധന പൂർത്തിയാക്കുന്നത്. സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. ഈ ക്യാബിനകത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇതിനകത്ത് നിന്ന് തന്നെ കിടന്ന ശരി സിജു, വളരെ പെട്ടെന്ന് സിജുവിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും കുടുംബത്തിന്റെ ആവശ്യം കൂടിയാണ്, അത് മുൻനിർത്തി കൂടിയാണ് ഇപ്പോൾ ക്യാബിൻ പൂർണ്ണമായും വെട്ടിപ്പൊളിക്കാനുള്ളൊരു തീരുമാനം. ആ നിലയ്ക്കുള്ള ഒരു ആവശ്യം കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അധികൃതർ. എന്തായാലും ഇനി അതിനുള്ള നടപടിക്രമങ്ങളാണ്. കാരണം അർജുൻ അവസാനമായി ഈ ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മുഴുവൻ വസ്തുക്കളും അത് തിരികെ വേണമെന്നൊരാവശ്യം കുടുംബം, പ്രത്യേകിച്ച് ഭാര്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മുൻനിർത്തി തന്നെയാണ് ഇപ്പോഴുള്ള പരിശോധനകൾ നടക്കുന്നത്. ഒരുപക്ഷെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം തിരികെ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യം കുടുംബം ഉന്നയിച്ചതിന് പ്രകാരമാണ് ഇപ്പോൾ മറ്റു വിശദമായ പരിശോധനകളിലേക്ക് കൂടി കടക്കുന്നത്. എന്തായാലും കൂടുതൽ ശരീരഭാഗങ്ങൾ ഉണ്ട് എന്ന ഏറെക്കുറെ സ്ഥിരീകരിക്കത്തക്ക സൂചനകളും ഇപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നതിലൂടെ ലഭിച്ചിട്ടുണ്ട്.